ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അഡ്വാൻസ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് സ്കിൽ ഫോർ സം OT&AT പാരാമെഡിക്കൽ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ സ്കിൽസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും 10 essay ക്വസ്റ്റ്യൻസും ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് എൻ ഇൻ്റർവ്യൂ പ്രൈമർലി ഡിഫൈൻഡ് ആസ്? ഇൻ്റർവ്യൂ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ്സ് ബേസിക്കലി ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ജോബിന് സെലക്ട് ആവാൻ വേണ്ടി നിങ്ങൾ എലിജിബിൾ ആണോ ഇല്ലയെന്ന് നോക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ്സ് എ ഫോർമൽ കൺവേഴ്സേഷൻ ഫോർ ജോബ് സെലക്ഷൻ. ആൻസർ ബി ആണ്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻ്റർവ്യൂവിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ആക്ച്വലി കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഓർഗനൈസേഷൻ കാൻഡിഡേറ്റ് സൂട്ടബിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂ കൊണ്ടുവയ്ക്കുന്നത്. ആൻസർ ബി ആണ്. ഈ ഇൻ്റർവ്യൂ ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ, ടു വേ ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളും എടുക്കുന്ന ആളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ചിലപ്പോൾ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അത് ഒരു പാനലിൻ്റെ മുമ്പ് ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കാൻഡിഡേറ്റ്സ് ഇരിക്കുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനും ആവാം. either way കൊടുക്കുന്നതും ഇൻ്റർവ്യൂ തരുന്ന ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ആൻസർ ബി ആണ്, ടു വേ കമ്മ്യൂണിക്കേഷൻ. പി, ഫസ്റ്റ് പി ഇൻ്റർവ്യൂവിൽ 5 പി ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് പി എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പി പ്രിപ്പറേഷൻ ആണ്. ആൻസർ ബി ആണ്. പർപ്പസ് ഇൻ ഇൻ്റർവ്യൂ മീൻസ് എന്തിനു വേണ്ടിയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്, അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ്. അപ്പോൾ ആൻസർ ബി ആണ്. പെർഫോമൻസ് ഇൻ ഇൻ്റർവ്യൂ അഡ്വാൻസ്, പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അളക്കുന്നത്? നമ്മൾ കാൻഡിഡേറ്റിൻ്റെ സ്കില്ലും ആറ്റിറ്റ്യൂഡാണ് അളക്കുന്നത്. അപ്പോൾ നല്ല ആറ്റിറ്റ്യൂഡ് നല്ല സ്കില്ലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്, അതനുസരിച്ചാണ് നമ്മൾ കാൻഡിഡേറ്റ് സെലക്ട് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. പീപ്പിൾ സ്കിൽസ് ഇൻ ഇൻ്റർവ്യൂ റെഫേഴ്സ് ടു, പീപ്പിൾ സ്കിൽ എന്ന് പറയുമ്പോൾ ആളുകളായിട്ട് ഇടപെടാനും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻ്ററാക്ട് ചെയ്യുന്ന സ്കില്ലാണ് പീപ്പിൾ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കില്ല് ഇൻ്റർവ്യൂവിൽ നമ്മൾ അത് ചിന്ത മനസ്സിലാക്കുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ബിഹേവിയർ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആൻസർ ബി ആണ്. പ്രോസസ് ഇൻ ഇൻ്റർവ്യൂ ഇൻഷുവേഴ്സ്, ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബയസ് മീൻസ് നമ്മൾ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ഒരു കാൻഡിഡേറ്റിനോട് കൂടുതൽ നമ്മൾ അടുപ്പം കാണിക്കുന്നു അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നു, അത് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ നമ്മൾ കാണണം, അത് ഫെയർനെസ് ആണ്. പിന്നെ ഡിലേ കൺഫ്യൂഷൻ പാടില്ല. അപ്പോൾ ആൻസർ ബി ആണ്. എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ നമ്മൾ കാണണം. ആൻസർ ബി. ഫോർമൽ ഇൻ്റർവ്യൂ ഈസ്, ഫോർമൽ മീൻസ് ഒരു ഒഫീഷ്യലായിട്ട് ഇൻ്റർവ്യൂ ആണ്, അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാം സ്ട്രക്ചർഡ് ആയിരിക്കും, ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിരിക്കും. ഒരു ടൈം ഫിക്സ് ചെയ്യും, ഒരു വെന്യൂ ഫിക്സ് ചെയ്യും, ആരൊക്കെ ഇൻ്റർവ്യൂ എടുക്കണമെന്നുള്ളതെല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആൻസർ എ ആണ്. ഇൻഫോർമൽ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു കാഷ്വലായിട്ട് ഒരു പെട്ടെന്നൊരു ഇൻ്റർവ്യൂ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് അല്ല, പ്ലാൻഡ് അല്ലാത്തൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിന് പറയുന്നത് ആൻസർ ബി, പ്ലാൻഡ് ആണ്. സ്ട്രക്ചർഡ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആണ്, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, പ്രീ പ്ലാൻഡ് ക്വസ്റ്റ്യൻസ്. അൺസ്ട്രക്ചർഡ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യണം, നമ്മളൊരു പ്ലാനിങ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് കാഷ്വൽ സംസാരിച്ച് പോകുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കാൻഡിഡേറ്റ് മനസ്സിലാക്കുന്നു. ഒരു ഫ്രീ ഡിസ്കഷൻ. ആൻസർ ബി ആണ്. സ്ട്രെസ് ഇൻ്റർവ്യൂ മീൻസ് നമ്മൾ കുറച്ച് കാൻഡിഡേറ്റിന് ഒരു പ്രഷർ കൊടുക്കും, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കാൻഡിഡേറ്റിൽ കുറച്ച് പ്രഷറോ സ്ട്രെസ്സോ ഉണ്ടാവും. അപ്പോൾ അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിന് ആൻസർ ബി ആണ്. ഗ്രൂപ്പ് ഇൻ്റർവ്യൂ മീൻസ് നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഒന്നിച്ചിരുത്തിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അതിന് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. അതുകൊണ്ട് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കാൻഡിഡേറ്റ്സിൻ്റെ കോൺഫിഡൻസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവരുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, അവരുടെ പ്രോംപ്റ്റ്നെസ്, അതെല്ലാം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമുക്ക് കാൻഡിഡേറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ്സ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. പാനൽ ഇൻ്റർവ്യൂ മീൻസ് ഒരാളെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇരുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂവേഴ്സ് ആണ്.
ആൻസർ ബി ആണ്. എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു ആൾ ജോലി വിട്ട് പോകുമ്പോൾ ആ പോകാൻ നേരത്ത് അയാളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. അതിനാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്, ഓർഗനൈസേഷനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അവരുടെ ഫീഡ്ബാക്കെല്ലാം കളക്ട് ചെയ്യുന്നതാണ് എക്സിറ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ ആൻസർ ബി ആണ്, ലീവിങ് എംപ്ലോയീസ്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലാനും ചെയ്തിട്ടില്ല, ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും വന്നിട്ട് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന് പറയുന്നത് വോക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയും. അപ്പോൾ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആൻസർ. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഇൻക്ലൂഡ്സ്, ഇൻ്റർവ്യൂവിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ കമ്പനിയെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം, കറിക്കുലം വിറ്റ അല്ലെങ്കിൽ CV അല്ലെങ്കിൽ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമോ റിവ്യൂ ചെയ്യണം, നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്യണം, എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ ആണ്. ഓക്കെ, 5 P's ഓഫ് ഇൻ്റർവ്യൂ. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയാൻ, ഇൻ്റർവ്യൂവിന് 5 P ഉണ്ട്. പ്രിപ്പറേഷൻ, പങ്ക്ച്വാലിറ്റി, പ്രസൻറ്റേഷൻ, പേഴ്സണാലിറ്റി ആൻഡ് പെർഫോമൻസ്. ഇതിപ്പോൾ 2 ഇൻ്റർവ്യൂ എടുക്കുന്നതും ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾ രണ്ടുപേർക്കും ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, നമ്മൾ സമയത്ത് എത്തണം, നമ്മൾ പ്രസൻറ്റേഷൻ കിടക്കാൻ നമ്മൾ ഡ്രസ്സ് വെക്കുമ്പോൾ പോസ്റ്റർ, ഐ കോൺടാക്ട്, ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. പേഴ്സണാലിറ്റി, കോൺഫിഡൻ്റ് ആയിരിക്കണം, പോസിറ്റീവായിട്ട് സംസാരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റണം, പേഴ്സണാലിറ്റി. പിന്നെ പെർഫോമൻസ്, എല്ലാ ആൻസേഴ്സും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണം, നെർവസോ സ്ട്രെസ്സോ ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ, പങ്ക്ച്വാലിറ്റി, പ്രസൻറ്റേഷൻ, പേഴ്സണാലിറ്റി ആൻഡ് പെർഫോമൻസ്, ഇതാണ് 5 P ഇൻ്റർവ്യൂവിൻ്റെ. പ്രോപ്പർ ഡ്രസ് കോഡ്. നോർമലി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കാഷ്വലായിട്ട് പോകുമ്പോൾ നീറ്റായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫോർമലായിട്ടുള്ള ഡ്രസ്സിലാണ് നമ്മൾ സാധാരണ പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. അറൈവിങ് ടൈം ഫോർ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ എപ്പോഴും നമ്മൾ എത്തേണ്ടത്, ആൻസർ എപ്പോഴും നമ്മൾ സമയത്ത് ഒരു സമയത്ത് 10 മിനിറ്റ് മുമ്പ് എത്തുന്നതാണ് ഏറ്റവും നല്ലത്. ആൻസർ ബി ആണ്. ഇതൊരു ഇൻ്റർവ്യൂ ഹാൻഡ് ഷേക്ക്, നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കണോ വേണ്ടെന്നുള്ളതാണ്. ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫോം ആൻഡ് ജെൻറ്റിലായിരിക്കും. ഇപ്പോൾ ഹാർഡായിട്ട് പോകുമ്പോൾ അതുപോലെ ലൂസായിട്ടുള്ള ഷേക്ക് ഹാൻഡ് പാടില്ല, ഫോം ആൻഡ് ജെൻറ്റിലായിട്ടുള്ള ഷേക്ക് ഹാൻഡ് ആയിരിക്കും. ഐ കോൺടാക്ട് ഷോസ്, നമ്മൾ നേരിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് അതിൻ്റെ അർത്ഥം നമ്മൾ കോൺഫിഡൻ്റ് ആണെന്നുള്ളതാണ്. അപ്പം കോൺഫിഡൻസ് ആണ് ആൻസർ. ആൻസർ ബി. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരം മാത്രമല്ല ഉണ്ടാകുന്നത്, നമ്മൾ കേൾക്കുകയും ചെയ്യും, നമ്മൾ താല്പര്യം കാണിക്കും, നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇതിനകത്ത് സംസാരം ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ ബോഡി ലാംഗ്വേജ്, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ പോസ്റ്റർ എല്ലാം വെച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആൻസർ അഗൈൻ ഡി ആണ്, ഓൾ. മോക്ക് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ശരിക്കുള്ള ഇൻ്റർവ്യൂ അല്ല, ഇൻ്റർവ്യൂവിന് പകരം നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗുണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യും, കോൺഫിഡൻസ് കൂടും, സ്കിൽ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. GD അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പ് ഡിസ്കഷൻ ഇവാലുവേറ്റ്സ്, എന്താണ് മനസ്സിലാക്കുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോൾ കുറേ ആൾക്കാർ ഒന്നിച്ചിരുന്ന് നമ്മൾ അസസ് ചെയ്യുകയാണ്, അതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, എല്ലാവരും ഒന്നിച്ചിരുത്തിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓഡിയൻസ് ചോദിക്കുന്നത്. പല ആൾക്കാരും പറയും, പല ആൾക്കാരും പറയത്തില്ല. അതനുസരിച്ച് നമുക്ക് അവരുടെ കോൺഫിഡൻസും അവരുടെ എൻതൂസിയാസവും അവരുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇൻവാല്യൂസ് ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ദി ഓൾ. ലീഡർ ആൻഡ് GD ഷുഡ് ബി, ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലെ ഒരു ലീഡർ അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ലീഡർ എങ്ങനെ ആയിരിക്കണം, അഗ്രസീവ്, ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ ഡെമോക്രാറ്റിക് ആയിരിക്കണം. അപ്പം മിണ്ടാതിരിക്കാനും പാടില്ല, പാസീവും പാടില്ല, ഒരുപാട് ഫോഴ്സായിട്ട് സംസാരിക്കാൻ പാടില്ല, ഡെമോക്രാറ്റിക് ആയിട്ട് തന്നെ സംസാരിക്കണം. അപ്പോൾ ആൻസർ ബി ആണ്. അഡ്വാൻറ്റേജ് എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ? ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഐഡിയാസ് ഷെയർ ചെയ്യാം, ഇന്നോവേഷൻസ് ചെയ്യാൻ, ടീം വർക്ക്, ഇത് മൂന്നും ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. ഗ്രൂപ്പ് ഡിസ്കഷനിൽ അഗൈൻ നമ്മൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഒന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കും, രണ്ടാമത്തെ ഡിസ്കഷനിലേക്ക് പോകും. ഇൻട്രൊഡക്ഷനിൽ സബ്ജക്റ്റിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും, എന്നിട്ട് ഈ ഗ്രൂപ്പിനെടുത്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറയും. അപ്പോൾ ഗ്രൂപ്പ് അതിനെ ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു ഒബ്സർവ് ചെയ്യും, പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് കൺക്ലൂഷനായിട്ട് നമ്മൾ കൊടുക്കുക. കൺക്ലൂഷൻ. ആൻസർ ഡി, ഓൾ ആണ്.
ഗുഡ് ജി ഡി പ്രാക്ടീസ്, നല്ലൊരു ജി ഡിയിൽ എന്താണ് സ്പീക്ക്, ലിസൺ, എൻകറേജ് മൂന്നുമുണ്ട്. സംസാരിക്കുകയും ചെയ്യണം, കേൾക്കുകയും ചെയ്യണം, മറ്റവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ആൻസർ ഡി മോളാണ്. അവോയ്ഡിങ് ജി ഡി, എന്താണ് ഒഴിവാക്കേണ്ടത്? ഇൻട്രപ്റ്റിംഗ്, ആർഗ്യൂയിങ്, ഡൗൺ, ഇതിൽ മൂന്നും അവോയ്ഡ് ചെയ്യണം. മറ്റൊരാൾ ഇടയ്ക്കേറി സംസാരിക്കാൻ പാടില്ല, മറ്റൊരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ ഡോമിനേറ്റ് മീൻസ് നമ്മളാണ് ശരി എന്നുള്ള രീതിയിൽ നമ്മൾ ബൈ ഫോഴ്സ് അവർക്ക് പറയാൻ പാടില്ല. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. പബ്ലിക് സ്പീക്കിംഗ് മീൻസ്, പബ്ലിക്കിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രസംഗിക്കുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ കാണും, ജനറൽ ആയിട്ടുള്ള പബ്ലിക് ആയിരിക്കും, ഒരു സ്പെസിഫിക് ഓഡിയൻസ് ആയിരിക്കത്തില്ല. ഒരുപാട് കൂട്ടത്തോടെ ഇരിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ശരിക്കും ഒരു പബ്ലിക് സ്പീക്കിംഗ് ആവുന്നത്. അപ്പോൾ ഓഡിയൻസിൻ്റെ സംസാരിക്കുന്നതാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓഡിയൻസ് പല ടൈപ്പ് ആവും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ്, ഒരു ക്ലാസ് ആയിരിക്കാം, ഒരു പബ്ലിക്കിലുള്ള സ്പീച്ച് ആയിരിക്കും, പൊളിറ്റിക്കൽ സ്പീച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട സ്പീച്ച് ആയിരിക്കാം. പക്ഷേ ബേസിക്കലി നമ്മൾ ഒരാൾ പല ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുന്ന പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയും. പർപ്പസ് എന്താണ് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ? നമ്മൾ ഒരുപാട് ആൾക്കാർ ഒരേ സമയം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഒരേ കാര്യം കൺവേ ചെയ്യാൻ പറ്റും, അവരെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, അവരെ പെർസ്യൂഡ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും, അവരെ നമ്മളുടെ ഐഡിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആൻസർ ഡി ആണ്. ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, ഇപ്പോൾ ആൾക്കാരെ മുമ്പിൽ സംസാരിക്കാനുള്ള പേടി വരാൻ കാര്യം എന്താണ്? പേടി വരാൻ കാര്യത്തിൽ നമ്മൾ അവരുടെ മുമ്പേ തെറ്റ് പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ഫെയിലായി പോകുന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഫിയർ ഓഫ് ഫെയിലിയർ ആണ് ആൻസർ. അതുകൊണ്ടാണ് പല ആൾക്കാരും സംസാരിക്കാൻ പേടിക്കുന്നത്. ആൻസർ ബി ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഓവർകം ഫിയർ, പേടി മാറ്റാനുള്ള ആദ്യ സ്റ്റെപ്പ് എന്താണ്? അവോയ്ഡ്, അക്സെപ്റ്റ് ഫിയർ, ഇഗ്നോർ, ഹൈഡ്. അപ്പോൾ നാച്ചുറലി അക്സെപ്റ്റ് ഫിയർ, പേടി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ നമ്മൾ ഫേസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആൻസർ ബി ആണ്. പ്രാക്ടീസ് ഇംപ്രൂവ്സ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നാച്ചുറലി നമ്മളുടെ കോൺഫിഡൻസ് ആണ് ഇമ്പ്രൂവ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. കോച്ചിങ് ഹെൽപ്സ്, കോച്ചിങ് മീൻസ് നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലോ അത് എന്താണ് ഗുണം? അതിന് ആൻസർ ഡി ആണ്. കാരണം ഗൈഡൻസ് ഉണ്ടാവും, ഫീഡ്ബാക്ക് കിട്ടും, ഇംപ്രൂവ്മെൻറ്റ് കിട്ടും, നമ്മൾ നന്നാവും, കുറച്ച് മെച്ചപ്പെടും. ആൻസർ ഡി ആണ്. ഗുഡ് സ്പീച്ച് റിക്വയർ, നല്ലൊരു സ്പീച്ചിൽ എന്താണ് വേണ്ടുന്നത്? സ്റ്റോറി ടെല്ലിംഗ്, പ്രാക്ടീസ്, സ്ട്രക്ചർ. അപ്പോൾ നല്ലൊരു സ്പീച്ച് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു കഥൻ്റെ ത്രൂ പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, നമ്മൾ അതിനെ പറ്റി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ. ബിഗിനിങ് ഓഫ് സ്പീച്ച് ഷുഡ്, ഒരു സ്പീച്ച് തുടങ്ങുമ്പം എന്തായിരിക്കും? ഒരു സ്പീച്ച് തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരെയും ശ്രദ്ധ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മാത്രമേ അവർ പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ആൻസർ ബി ആണ്, അറ്റൻഷൻ ഗ്രാബിംഗ്. മിഡിൽ ഓഫ് സ്പീച്ച്, സ്പീച്ചിൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ കണ്ടന്റ് ആണ് അതിനകത്ത് വരുന്നത്. മെയിൻ കണ്ടന്റ്സിൽ നമ്മൾ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. കൺക്ലൂഷൻ ഷുഡ്, സ്പീച്ച് അവസാനിക്കുമ്പം എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞ് അവരെ മനസ്സിലാക്കുകയും അവരെ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവരെ ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ അവസാനിപ്പിക്കണം. അപ്പം ആൻസർ ബി ആണ്, സ്ട്രോങ്. ബോഡി ലാംഗ്വേജ് ഇൻ ഇൻ്റർവ്യൂ ഷോസ്, ബോഡി ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുക, നമ്മൾ ശരീരത്തിൻ്റെ മൂവ്മെൻ്റ് ആണ്, സംസാരിക്കുന്ന സമയത്ത് കാണിക്കുന്ന മൂവ്മെൻ്റാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും. ആൻസർ ഡി ആണ്, ഓൾ ആണ്. ലിസണിങ് സ്കിൽ, ലിസണിങ് എന്ന് വെച്ചാൽ എന്താണ്? കേൾക്കുന്നത് സ്കിൽ എന്ന് വെച്ചാൽ പാസീവ്, ആക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റിംഗ്. ആക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ് കറക്റ്റ്. കാരണം നമ്മൾ കേൾക്കുന്നതായിട്ട് മറ്റവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യണം. നമ്മൾ കേട്ടാൽ മാത്രം പോലെ നമ്മൾ മനസ്സിലാക്കുന്നതും അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ ആക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. സ്പീക്കിംഗ് സ്കിൽ നീഡ്സ്, നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ക്ലാരിറ്റി വേണം, കോൺഫിഡൻസ് എല്ലാം വേണം. ആൻസർ ഡി ആണ്.
ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പറ്റണമെങ്കിൽ അതിൽ നമ്മൾ എങ്ങനെയാണ് അത് മെച്ചപ്പെടുന്നത്. അപ്പം അത് കോംപ്ലിക്കേറ്റഡ് ആവാൻ പാടില്ല, അത് കൺഫ്യൂസ് ആവാൻ പാടില്ല, നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കാനും പാടില്ല. അപ്പോൾ ആൻസർ ബി ആണ്. ക്ലിയർ ആയിട്ട് പറയാനും മനസ്സിലാക്കി കൊടുക്കണം. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ എന്താ ഉള്ളത്? ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് സ്ട്രെങ്ത്, ഗോൾസ്, എക്സ്പീരിയൻസ്. അപ്പോൾ നാച്ചുറലി നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ സ്ട്രെങ്ത് ചോദിക്കും, അവരുടെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിക്കും, അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കും. ആൻസർ ഡി ആണ്, ഓൾ. കരിയർ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻസ്. കരിയർ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ എന്തൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തു, നമ്മുടെ ഗോൾസ് എന്താണ് നമ്മൾ കരിയർ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, സ്കിൽസ് ആൻഡ് ഗോൾസ്. പ്രോപ്പർ പ്രിപ്പറേഷൻ റെഡ്യൂസസ്. നന്നായി പ്രിപ്പയർ ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും, നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ആവും, നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ആവും, നമ്മുടെ ആങ്സൈറ്റി കുറയും. അപ്പോൾ ആൻസർ ബി ആണ്. ബെസ്റ്റ് കാൻഡിഡേറ്റ്, നല്ലൊരു കാൻഡിഡേറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? കോൺഫിഡൻ്റ് ആയിരിക്കും, പ്രിപ്പയർഡ് ആയിരിക്കും, പിന്നെ നെർവസോ പാസീവോ സൈലൻ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, സോ ആൻസർ ബി ആണ്. ഇനി ഷോർട്ട് എക്സൽ ക്വസ്റ്റ്യൻസ് നോക്കുക, നോക്കിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്യുന്ന അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തി നോക്കുക. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.